കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് UDF സർക്കാരെന്ന് നിങ്ങളൊന്ന് ധരിക്കുക, നിങ്ങളൊന്ന് വിശ്വസിക്കുക. ഒരു വൈപ്പ് നമ്മൾ പറയൂലേ, ഇപ്പോൾ കേരളം ഭരിക്കുന്നത് UDF സർക്കാരാണ് എന്ന് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ആ UDF സർക്കാരിൻ്റെ കീഴിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു സ്കൂൾ കലോത്സവം നടക്കുകയാണെന്നും നിങ്ങൾ വയ്ക്കുക. അവിടെ UDFൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ കലോത്സവത്തിൽ സമ്മാനം കിട്ടാത്ത കുട്ടികൾ ഒരു കാരണവശാലും വേദിയിൽ പ്രതിഷേധിക്കരുത്, പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ കുട്ടികളെയും അധ്യാപകരെയും ആ സ്കൂളിനെയും കൃത്യമായി നടപടിയെടുക്കും, അവരെ മറ്റ് നടപടികളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് UDF സർക്കാർ ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ പറഞ്ഞു എന്ന് വയ്ക്കുക. തീരുമാനമെടുത്തിട്ടില്ല, വെറുതെ ഒരു പത്രക്കാരെ കണ്ടപ്പോൾ ഈ കലോത്സവം നന്നായിട്ട് നടത്തണമെന്നും അതുകൊണ്ട് പ്രതിഷേധിക്കരുതെന്നും അങ്ങനെ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അധ്യാപകർക്കെതിരെയും ആ സ്കൂളിനെതിരെയും ആ കുട്ടികൾക്കെതിരെയും നടപടി ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു എന്ന് വയ്ക്കുക. ആ നിമിഷം മുതൽ കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ എത്ര ശക്തമായിരിക്കും എന്ന് നിങ്ങൾ ഒന്ന് സങ്കല്പിക്കുക. UDF സർക്കാർ ഭരിക്കുന്നു, UDF വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ UDFൻ്റെ മുഖ്യമന്ത്രി സ്കൂൾ കലോത്സവത്തിൽ പ്രതിഷേധങ്ങൾ പാടില്ല എന്ന് പറയുന്നു. ഉടനെ തന്നെ SFI ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരുടെ കൊടിയിൽ വച്ചിരിക്കുന്ന ആ വെള്ളക്കൊടിയും കൊണ്ട് കലോത്സവ വേദിയിലേക്ക് വൻ പ്രതിഷേധ മാർച്ച് നടത്തും. ഇല്ലേ? സംഭവിക്കില്ലേ? നിങ്ങൾക്ക് എന്നെ പറയാവുന്നതേ ഉള്ളൂ. കൃത്യമായിട്ടും അവർ SFI ഗംഭീരമായ പ്രതിഷേധം നടത്തും, മന്ത്രിമാരെ തടയും, കലോത്സവം നടത്താൻ എല്ലാവിധ പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കും. മന്ത്രി ഈ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടും. തീരുമാനമെടുത്തിട്ടില്ല കേട്ടോ, മന്ത്രി വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പ്രസ്താവന ജനാധിപത്യ വിരുദ്ധമാണെന്ന് അവർ പറയും. ഇതൊരു ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്തെന്ന് പറയും. വിദ്യാർത്ഥികളുടെ സമരം ചെയ്യുക എന്ന് പറയുന്ന മൗലിക അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് പറയും. എന്നിട്ട് സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റമാണെന്ന് പറയും. പ്രതിഷേധിക്കുക എന്നുള്ളത് ഒരു പൗരൻ്റെ ഭരണഘടനാപരമായ അവകാശമാണെന്ന് അവർ പറയും. എന്നിട്ട് ഈ UDF സർക്കാർ മന്ത്രിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ട് മാത്രമേ അവിടെ കലോത്സവം നടത്താൻ അനുവദിക്കൂ. അതാണ് നമ്മൾ ഇന്നലെ വരെ കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ പ്രതിഷേധങ്ങൾ പാടില്ല, സമരങ്ങൾ പാടില്ല, കലോത്സവത്തിലായിരുന്നാലും എവിടെയായാലും പ്രതിഷേധങ്ങൾ പാടില്ല എന്ന് തിട്ടൂരമിറക്കിയിരിക്കുന്നു, തീരുമാനമെടുത്തിരിക്കുന്നു ഈ സർക്കാർ. ഇവിടെ പോയി ഈ ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ SFIക്കാർ പോട്ടെ, ഇവിടുത്തെ KSUക്കാരെവിടെ പോയി? അവർക്കെന്തുകൊണ്ടാണ് ഇതിനെതിരെ സംസാരിക്കാൻ കഴിയാത്തത്? അപ്പോൾ ഇതൊരു കാലം മാറി വന്ന സ്ഥിതിക്ക് ഇത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ്. പക്ഷേ CPM തിരുത്തുകയാണ്, സ്വയം തിരുത്തുകയാണ്. SFIക്കാരെല്ലാം മൗനികളായിട്ട് മാറിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് UDF ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ടേനെ. ഇനി നാളെ ഒരു UDF ഗവൺമെൻറ് വരികയോ മറ്റേതെങ്കിലും ഗവൺമെൻറ് വരികയോ അവർ കലോത്സവ വേദികളിൽ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ആ പ്രതിഷേധത്തിന് എതിരായിട്ട് നടപടിയെടുത്താൽ നിങ്ങൾ കൃത്യമായിട്ട് സമരം ചെയ്യാം എന്നതാണ് നമ്മൾ കാണേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് നമ്മൾ കാണുന്നത് SFIക്കാരെ. ഇനി ഈ സ്കൂൾ കലോത്സവത്തിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ പാടില്ല എന്ന് മന്ത്രി തിട്ടൂരമിറക്കിയിരിക്കുന്നു. മന്ത്രിസഭ തന്നെ മന്ത്രിസഭയല്ല സർക്കാർ തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി അത് കലോത്സവത്തിലും ഉണ്ടാകും. കലോത്സവത്തിൽ ഏത് കലോത്സവത്തിൽ? സർവകലാശാല കലോത്സവത്തിലും ഇനി അത്തരത്തിലുള്ള ചില നടപടികൾ ഉണ്ടാകും. കൃത്യമായിട്ടും പ്രതിഷേധിക്കാൻ അവിടെ ഒരു വിദ്യാർത്ഥികളെയും അനുവദിക്കില്ല, ഒരു കോളേജുകാരെയും അനുവദിക്കില്ല. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ SFIക്കാരുടെ തല്ലും കിട്ടും എന്നത് തീർച്ച തന്നെയാണ്. അപ്പോൾ ഇനി സ്കൂൾ കലോത്സവത്തിൽ തുടങ്ങിയത് സർവകലാശാല കലോത്സവത്തിലേക്ക് അത് നീളും. അവിടെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടപടി ഉറപ്പ് എന്നതോടൊപ്പം തന്നെ SFIക്കാരുടെ തല്ലും ഉറപ്പാണ് എന്ന് തീർച്ച. എന്നാൽ ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ജനാധിപത്യ സമ്പ്രദായത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഈ ഇടതുപക്ഷ സർക്കാരിന്, പുരോഗമന സർക്കാരിന് എങ്ങനെ കഴിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്, ഇത്തരം പ്രതിഷേധങ്ങളെല്ലാം പിള്ളേരെ അല്ലെങ്കിൽ സ്കൂളുകാരെ അതല്ലെങ്കിൽ മറ്റുള്ളവരെ ഇളക്കി വിട്ടത്, പ്രതിഷേധിച്ചത് മുഴുവനും മുമ്പ്
SFIക്കാരും ഇടതുപക്ഷ സംഘടനകളുമാണ്. ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ പോലും ഇത്തരം കാര്യങ്ങളിൽ അന്ന് UDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെങ്കിൽ ശക്തമായി എതിർക്കുകയും പ്രതിഷേധം നടത്തുകയും അവർ ഇപ്പോൾ ഡോക്ടർമാർ നടത്തുന്നത് പോലെ നിസ്സഹകരണ സമരങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. എന്തായാലും ഇത് ഒരു CPMൻ്റെ വലിയൊരു മാറ്റമാണ്. ആ മാറ്റത്തെ ഞാൻ എന്തായാലും സ്വാഗതം ചെയ്യുന്നു, കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ CPM ഭരിക്കുമ്പോൾ മാത്രം പോരാ ഈ മാറ്റം എന്നത് ഒന്ന് ഓർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.